പ്രവാസ ലോകത്തിലേക്ക് സ്വാഗതം. ഒരു വ്യക്തിയുടെ വേർപാട് ആ കുടുംബത്തെ അനാഥത്വത്തിലേക്ക് തള്ളിവിടുന്നു. ഇത്തരത്തിൽ ആധുനിക സമൂഹത്തിൽ അനാഥത്വത്തിലേക്ക് തള്ളിവിടപ്പെടുന്ന നിരവധി കുടുംബങ്ങളെ നമുക്ക് കാണാം. സ്നേഹത്തോടെ വീണ്ടും പ്രവാസ ലോകത്തിലേക്ക് സ്വാഗതം. അൽക്കോബാർ സൗത്ത് യൂണിറ്റ് KMCC അംഗമായിരുന്ന അൽക്കോബാറിൽ വെച്ചു മരണമടഞ്ഞ സുൽത്താൻ ബത്തേരി സ്വദേശി അരിപ്രത്തൊടി അലിയുടെ കുടുംബത്തിനുള്ള KMCC കേന്ദ്ര കമ്മിറ്റിയുടെ ആദ്യഘട്ട ധനസഹായം നാഷണൽ കമ്മിറ്റി ഉപാധ്യക്ഷൻ PP മുഹമ്മദ് എളേറ്റിൽ അലിയുടെ ഭാര്യ കുൽസുമിന് കൈമാറി. 6 വർഷം മുമ്പാണ് അസീസിയയിലെ ഒരു കെട്ടിട നിർമ്മാണ കമ്പനിയിൽ ലേബറായി നിർധന കുടുംബത്തിൽപ്പെട്ട അലി അൽക്കോബാറിൽ എത്തിയത്. കേന്ദ്ര കമ്മിറ്റി റിലീഫ് ഫണ്ടിൽ നിന്നും 1 ലക്ഷം രൂപയുടെ ധനസഹായമാണ് ചേലമ്പാടിയിലെ അലിയുടെ വീട്ടിലെത്തി നൽകിയതെന്ന് ചടങ്ങിൽ സംബന്ധിച്ച കേന്ദ്ര കമ്മിറ്റി ഉപാധ്യക്ഷൻ OPP ഹബീബ് ബാലുശ്ശേരി, അഫ്സൽ ബാലുശ്ശേരി എന്നിവർ പറഞ്ഞു. കേരള മുസ്ലിം കൾച്ചറൽ സെൻ്ററും അൽ അമൽ പോളി ക്ലിനിക്കിൻ്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ശ്രദ്ധേയമായി. ക്യാമ്പിനോട് അനുബന്ധിച്ച് നടന്ന ആരോഗ്യ സെമിനാർ താബൂക്ക് KMCC പ്രസിഡന്റ് ബഷീർ കൂട്ടായി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ അരവിന്ദാക്ഷൻ മുഖ്യപ്രഭാഷണം നടത്തി. ജീവിതയാത്രയിൽ 2 മക്കളെ നഷ്ടപ്പെടേണ്ടി വന്ന ഹതഭാഗ്യരായ മാതാപിതാക്കളാണ് സൈനബയും ചെല്ലനും. 8 വർഷങ്ങൾക്ക് മുമ്പ് നിഷാദിനെ എറണാകുളത്ത് വെച്ചും 5 വർഷങ്ങൾക്ക് മുമ്പ് ഷഫീഖിനെ ഖത്തറിലും കാണാതായി. ഇവരുടെ തിരോധാനത്തിന് ഉത്തരം തേടിയിറങ്ങിയതാണ് ഈ 2 മാതാപിതാക്കളും. അവസാനം അത് പ്രവാസ ലോകത്തിലെത്തി. സൈനബയോടും ചെല്ലനോടും തന്നെ ചോദിച്ചറിയാം എന്താണ് ഈ കുട്ടികൾക്ക് സംഭവിച്ചതെന്ന്. നിങ്ങളെ വീട് ശരിക്കും എവിടെ? ചേലക്കര. ഒരാൾ 8 വർഷമായി പോയിട്ട്. അവൻ വീട്ടിൽ ഓട്ടോ ഓടിക്കുകയായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഉമ്മ നമുക്ക് ഇവിടെ ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് ചിലവ് മാത്രമേ കഴിയുള്ളൂ, പൈസ മിച്ചമുണ്ടായില്ല. അപ്പോൾ ഞാൻ എറണാകുളത്ത് വണ്ടി ഓടിക്കാൻ എന്നെ വിളിക്കുന്നുണ്ട്, പാസ്പോർട്ട് ഓഫീസിൻ്റെ അടുത്തൊരു ഹോട്ടലിൽ. അപ്പോൾ അവിടുത്തെ വണ്ടി ഓടിക്കാൻ ഞാൻ പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പോകണ്ടാന്ന്. അപ്പോൾ അല്ല, ഇവിടെ നിന്നാൽ ശരിയായില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ സമാധാനത്തിന് നല്ല ഇതിൽ പോയത് തന്നെയാണ് വീട്ടിൽ നിന്ന്. വണ്ടിക്കൂലിക്ക് 500 രൂപ ഞാൻ കയ്യിൽ കൊടുത്തപ്പോൾ പൈസയൊന്നും വേണ്ട, പൈസ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ പിന്നെ വീട്ടിലേക്ക് വരാമെന്ന് ഈ പറയണതല്ലാതെ വരുന്നില്ല. അപ്പോൾ അങ്ങേ അറ്റം അവനെ കാണണമെന്ന് തോന്നുമ്പോൾ ഞങ്ങൾ 2 കൂടെ പോകും. അവിടെ പോയി കഴിഞ്ഞാൽ അവൻ നിങ്ങൾ പൊക്കോളും, ഞാൻ വരാമെന്ന് പറഞ്ഞ് ഈ 8 വർഷം അവൻ ഇത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ 2 കൊല്ലം മുമ്പ് പോയപ്പോൾ അവൻ അവിടെ ഇല്ല, അവൻ അവിടെ നിന്ന് മാറിയെന്ന് അവർ പറഞ്ഞു. കല്യാണം കഴിച്ചിട്ടില്ല. ഏട്ടനിക്കും അനിയനിക്കും 2 പെണ്ണ് നോക്കി. 2 ഓരോ വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പോൾ അല്ല, അവൻ റിയാദിലായിരുന്നു. അവപ്പോൾ വന്ന് നാട്ടിലുണ്ട്. അവനൊന്നും ഒരു കുഴപ്പമില്ല. അവൻ എന്നിട്ട് ഏട്ടനിക്കും അനിയനിക്കും പെണ്ണ് നോക്കിയപ്പോൾ രണ്ടാമത്തവന് വലിയവന് നിഷാദിനും ഈ നൗഷാദ് എന്ന് പറഞ്ഞാൽ എനിക്ക് പെൺകുട്ടികൾ 2 ഉറപ്പിച്ചപ്പോൾ നിഷാദിൻ്റെ ഭാര്യ വീട്ടുകാർക്ക് സാമ്പത്തികമായിട്ട് എന്തോ ആ പെൺകുട്ടിയുടെ വാപ്പ ഗൾഫിലാണ്. അപ്പോൾ അതുകൊണ്ട് പൈസയുടെ ബുദ്ധിമുട്ട് കാരണം കൊണ്ട് ഇപ്പം പറ്റില്ല എന്ന് അവർ പറഞ്ഞു. കൊച്ചിയിലുള്ള ആളെ അല്ല, എറണാകുളത്തുള്ളവൻ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് സ്വർണത്തിൻ്റെയും പൈസേൻ്റെയും ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്താൽ മതി, അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ വിവാഹം കഴിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് ശരിയായില്ല, ഞങ്ങൾ ആദ്യമായിട്ട് ഒരു പെൺകുട്ടീനെ ഇറക്കുമ്പോൾ ഞങ്ങൾ വെറും കൈയോടുകൂടെ ഇറക്കാൻ ഞങ്ങൾക്ക് അത് വിഷമമുള്ള കാര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ സാധിക്കില്ല, ഇപ്പോൾ ചെയ്യണില്ല എന്ന് അവർ പറഞ്ഞു. പെണ്ണ് ഉറച്ചത് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ഇവനോട് പറഞ്ഞു, ഇന്ന് വേറെ പെണ്ണ് നോക്കി നമുക്ക് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഇനി വേറെ ഇപ്പോൾ പെണ്ണ് നോക്കണ്ട, ഞാൻ ഇനി എറണാകുളത്തേക്ക് പോയി വന്നിട്ട് കല്യാണം കഴിക്കുക. അപ്പോൾ അഞ്ചൻ്റെ കല്യാണം കഴിക്കാൻ നമുക്കെന്ന് പറഞ്ഞിട്ട് അഞ്ചന് കല്യാണം കഴിച്ചു. അവനിപ്പോൾ ഒരു കുട്ടിയായി, കുട്ടി 4ൽ പഠിക്കുകയാണ് ചെയ്യുന്നത്. ആ കുട്ടിക്ക് 1 വയസ്സ് കഴിഞ്ഞ് 4-ാം ദിവസം അവൻ എറണാകുളത്തേക്ക് വന്നതാണ്. ഇപ്പോൾ കുട്ടി 4ൽ പഠിക്കുകയാണ്. ഇത് നിഷാദിന്റെ കാര്യം. നിഷാദ്. ഷഫീഖ് ഖത്തറിൽ 5 വർഷം കഴിഞ്ഞു. മൂന്നാമത്തെ മോൻ. ഇടയിലുള്ള ആളുടെ കല്യാണം കഴിഞ്ഞ കുട്ടിക്കാണ് 4 വയസ്സ്. അവൻ ഉണ്ട് നാട്ടിൽ. അവന്റെ താഴെയുള്ളവനാണ് ഖത്തറിൽ. എൻ്റെ ഒരു മകളുണ്ട്, അവളെ കെട്ടിച്ചു കൊടുത്ത് മരുമകൻ വിസ കൊടുത്ത് വിട്ടിട്ട് അവൻ പോയതാണ്. അവന് നല്ല ശമ്പളമുണ്ട്, എല്ലാം ഉണ്ട്. ഇവൻ കുറേ അളിയൻ കുറേയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി
നാട്ടിലേക്ക് വരുമ്പോൾ ഞാൻ നാട്ടിലേക്ക് പോകാണ്, ഉമ്മാക്ക് വല്ലതുണ്ടെങ്കിൽ തായോ എന്ന് പറഞ്ഞപ്പോൾ അളിയൻ പൊക്കോ, ഞാൻ അങ്ങോട്ട് റൂമിലേക്ക് കൊണ്ട് എത്തിച്ചു തരാൻ പറഞ്ഞു. അളിയൻ വന്ന് പോണ ദിവസം വരെയും ഒരു ഇതുമില്ല. അപ്പോൾ അളിയൻ അങ്ങോട്ട് ഷെഫീഖിന് വിളിച്ചപ്പോൾ മൊബൈൽ ഓഫാക്കി വെച്ചിരിക്കുക. പിന്നെ 2 തവണ അന്വേഷിച്ച് പോയപ്പോൾ അവനെ കണ്ടുമില്ല. അപ്പോൾ അവൻ അങ്ങനെ അങ്ങോട്ട് കയറി വന്നു. ഇപ്പം മരുമകൻ റിയാദിലേക്ക് വീണ്ടും പോയി. ഇവൻ പൈസ അയക്കാൻ പറയും. ഈ 5 വർഷത്തിൻ്റെ ഉള്ളിൽ 48,000 രൂപ അയച്ചതുണ്ട്. പിന്നെ പൈസ അയക്കാൻ പറയും. വണ്ടി ഓടിക്കുകയാണ്, വണ്ടി ഓടിക്കുകയും ചെയ്യും. പിന്നെ അവിടെ ഏതൊരു കമ്പനിയിൽ ഭക്ഷണം പാചകം ചെയ്തിട്ട് 40 ആൾക്ക് അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നല്ല പൈസയാണ്. പൈസ അയക്കാൻ പറയും. പൈസ അയക്കേണ്ട ഡേറ്റ് ആകുന്നവരെ വിളിച്ചുകൊണ്ടേയിരിക്കും. പൈസയുടെ ഡേറ്റ് ആയി കഴിഞ്ഞാൽ വിളിക്കൂല, ഒന്നുമില്ല. ഇപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ തഹജ്ജുദ് നമസ്കരിച്ചിട്ട് ഓതിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവൻ ഫോൺ വിളിച്ചു. അപ്പോൾ പറയാണ് ഞാൻ ജയിലിലാണ്, അതുകൊണ്ടാണ് എനിക്ക് പൈസ അയക്കാൻ പറ്റാത്തത് എന്നിപ്പോൾ ഒരു 5-6 പ്രാവശ്യമായി അവൻ ജയിലിലാണ് എന്ന് പറയുക. പൈസ ഡേറ്റ് ആയി കഴിഞ്ഞാൽ പറയണ കാരണം ഞാൻ ജയിലിലാണ് എന്ന് അവൻ പറയും. എന്തിനാ ജയിലില്? അപ്പൊ എന്തിനാന്ന് ചോദിച്ചാ ഒന്നും മിണ്ടില്ല, വെറുതെ പറയാണ് ജയിലിലാണെന്ന്. അതെ, ഈ രണ്ടുപേരും ഇപ്പൊ എറണാകുളത്തുള്ള ആളും ഞാൻ പറഞ്ഞ ഈ രണ്ടുപേരും എന്തോ പ്രശ്നമുള്ള ആളുകളാ. വീടായിട്ട് ബന്ധമല്ല, അടുപ്പല്ല, അല്ലേ? അതല്ലേ ശരി? പോയ പിന്നെ ഒരു ബന്ധമില്ല വീട്ടിലേക്ക്. ഇയാൾക്ക് അവിടെ എറണാകുളത്ത് വല്ല ബന്ധങ്ങളും ഉണ്ടോ? ഞങ്ങൾ അന്വേഷിച്ചു, അപ്പൊ ഒന്നും കാണാനൊന്നുമില്ല. ഇനിയിപ്പോ ഉണ്ടോ ഇല്ലെന്ന് അത് ഞാൻ പറഞ്ഞു. ഇയാള് പൊതുവെ എന്തെങ്കിലും ദൂർത്തടിക്കുന്ന ആളാണ്? കിട്ടിയ കാശൊക്കെ അല്ല മൂത്തല്ല. വീട്ടിൽ ഓട്ടോറിക്ഷ ഓടിക്കണ കാലത്ത് എന്ത് വേണമെങ്കിലും വീട്ടിൽ കൊണ്ട് തരും. പിന്നെ ഇവിടെ എറണാകുളത്ത് വന്ന പിന്നെ ഒരു തവണ 50,000 രൂപ ഞങ്ങളെ തൃശ്ശൂരിലേക്ക് വരാൻ പറഞ്ഞ് 50,000 രൂപ തന്നു വിട്ടു. പിന്നെ ഒരു തവണ 25,000 രൂപ തന്നു. നാട്ടിലേക്ക് വരാത്ത ഈ പെണ്ണായിട്ട് വലിയ അടുപ്പുണ്ടായിരുന്നു ആദ്യം പറഞ്ഞ? ഇല്ല ഒന്നുമില്ല. ആ വിവാഹം നടക്കാത്തതിന്റെ ദുഃഖാണോ? അതിപ്പോ നമുക്ക് പറയാൻ പറ്റില്ല. വേറെ അറിയില്ല. നിങ്ങൾക്ക് തോന്നിയില്ല? ഉമ്മാക്ക് തോന്നിയിട്ടില്ല. അവൻ പറഞ്ഞു ഇനിയിപ്പോ അച്ചാരം കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഇനി വേറെ പോയി കണ്ടിരുന്ന ആ പെണ്ണിനെ? ഞങ്ങളൊക്കെ കൂട്ടിട്ട് തന്നെ പോയത്. അവന് പെൺകുട്ടീനെ ഇഷ്ടമായി. ഫോൺ വിളിക്കാറുണ്ടോ? ഇല്ല അങ്ങനെയുള്ള ഒരു അടുപ്പവും ഇല്ല. ഫോൺ നമ്പർ ഒന്നും അങ്ങോട്ട് കൊടുത്തിട്ടില്ല? ഇല്ല ഫോൺ നമ്പർ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ എന്താണ് പിന്നെ ഇയാൾ നാട്ടിലേക്ക് ഇവ എങ്ങനെ പറയും? പിന്നെ ചെറിയ പെരുന്നാൾ ആവാറാകുമ്പോൾ പറയും അമ്മ ഞാൻ പെരുന്നാളായിട്ട് നാളെ പെരുന്നാൾ എന്ന് പറഞ്ഞ് ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം പറഞ്ഞു. തലേ ദിവസം എന്നിട്ട് പെരുന്നാളിൻ്റെ തലേ ദിവസം അപ്പം പിന്നെ അമ്മ ഇപ്പം ഞാൻ വണ്ടി കയറി ഞാൻ ഇപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു രാത്രി 2 മണി വരെ ഉമ്മർത്ത് ചെയറിട്ട് കാത്തിരുന്നവന്. പ്രവാസ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 2 മക്കളെ കാണാനില്ലാത്ത മാതാപിതാക്കൾ ഇവിടെ എത്തുന്നത്. 2 മക്കൾ, മൂത്ത മകനും ഇളയ മകനും. മൂത്ത മകൻ എറണാകുളത്ത് വെച്ച് നഷ്ടപ്പെട്ടു. രണ്ടാമത്തെ ആൾ ഖത്തറിൽ. അദ്ദേഹം പറയുന്നു ജയിലിലാണ് എന്ന് ഫോൺ ചെയ്യുമ്പോൾ. ഇവർ പറയുന്നു ജയിലിലാവാൻ ഒരു സാധ്യതയുമില്ല എന്ന് ഇവർ പറയുന്നു. പക്ഷേ നമുക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഗൾഫിൽ എപ്പോഴാണ് ആൾ ജയിലിലാവുക, എപ്പോഴാണ് പുറത്താവുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ എറണാകുളത്തുള്ള ആൾ ചെന്ന കാലത്തൊക്കെ നല്ല നിലയിൽ വീട്ടിലേക്ക് പൈസ കൊടുക്കുകയും ഒക്കെ ചെയ്തു. എന്താണ് അയാൾ വീട്ടിലേക്ക് വരാത്തതെന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഉമ്മാടെ ഉപ്പാടെ വർത്തമാനത്തിൽ നിന്ന് വ്യക്തമായിട്ടൊരിത് കിട്ടുന്നില്ല. എന്തോ കാരണം ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം നാട്ടിലേക്ക് വരാത്തത്. ഒരു വിവാഹം എന്തോ ചില സാങ്കേതികമായ ഈ പാരമ്പര്യമായിട്ടുള്ള സ്വത്തിൻ്റെയും സ്വർണത്തിൻ്റെയും ഒക്കെ ലോകത്തിൽ നടക്കാതെ പോയതാണ്. ഉമ്മയിപ്പം പറയുന്നത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ വിഷമങ്ങളോ അദ്ദേഹം പ്രകടിപ്പിച്ചതായിട്ട് കാണുന്നില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ട് നിഷാദ് നാട്ടിലേക്ക് വരുന്നില്ല? നിഷാദ് ഇപ്പോൾ എവിടെയാണെന്ന് പോലും യാതൊരു നിശ്ചയമില്ല. 2 വർഷമായിട്ട് ഉമ്മ എത്രയോ തവണ നിങ്ങൾ അങ്ങോട്ട് കാണാൻ വന്നിരിക്കുന്നു. നിഷാദ് എന്തിനാണ് ഇങ്ങനെ ഒളിച്ച് ജീവിക്കുന്നത്? ഒരു ബുദ്ധിമുട്ടുള്ള കുടുംബമല്ല, മാന്യമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു കുടുംബം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതി അവർക്കില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ വീട് വിട്ട് താമസിക്കുന്നത്? നാട്ടുകാരെന്ത് ചെയ്തു? വീട്ടുകാരെന്ത് ചെയ്തു? കുടുംബങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾക്ക് ഒന്നും ചെയ്യാത്ത ആളുകളെ ഇങ്ങനെ വിഷമിപ്പിക്കണതിൽ എന്തോ ഒരു ഇതുള്ളത്? നിങ്ങൾക്ക് ഇടയ്ക്കൊന്ന് വിളിച്ച് ചോദിച്ചൂടെ? ഇടയ്ക്കൊന്ന് വന്ന് കണ്ടു പൊക്കൂടെ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അവിടെ ശത്രുക്കളുണ്ടോ? നിഷാദിനെ സംബന്ധിച്ചിടത്തോളം നാട്ടിലേക്ക് വരാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. വളരെ അടുത്താണ്. ഇതാണ് ഷഫീഖിൻ്റെ അതല്ല. ഷഫീഖ് ജയിലിലാണെന്ന് പറയുന്നു. തീർച്ചയായിട്ടും നമ്മൾ അന്വേഷിക്കും ഷഫീഖിനെ കുറിച്ച്. ഖത്തറിലെ പ്രവാസ ലോകം പ്രവർത്തകർ തീർച്ചയായിട്ടും ഏതെങ്കിലും ജയിലിലുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.
അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോയി സഹായിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏർപ്പാട് ചെയ്യണം. ഇവരൊന്നും തന്നെ യാതൊരു തരത്തിലും അത്രയും വലിയൊരു പ്രശ്നക്കാരായിട്ട് എനിക്ക് തോന്നുന്നില്ല. കുടുംബക്കായിട്ട് സാമാന്യ നിലയിൽ ചെറിയ എന്തോ ചില ചെറുപ്പത്തിൻ്റെതൊക്കെ ആയുള്ള പ്രശ്നങ്ങളായിട്ടേ തോന്നുള്ളൂ. ഷഫീഖ് എന്തായാലും ഷഫീഖിനെ കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവാസ ലോകം പ്രവർത്തകരുണ്ട് ഖത്തറിൽ, നിങ്ങൾക്ക് നാട്ടിലേക്ക് പോരാനുള്ള എല്ലാ സർവ്വ സഹായങ്ങളും ചെയ്തു തരും. നിങ്ങൾക്ക് നല്ല വരുമാനം ഉണ്ടായിരുന്ന ആളാണെന്നൊക്കെ പറയുന്നു. ഒന്നൊക്കെ എത്ര കണ്ട് ശരിയാണ് എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഷഫീഖിനെ കണ്ടെത്തുന്നവർ തീർച്ചയായിട്ടും നാട്ടിലേക്ക് വരണം, എത്തിക്കണം. അദ്ദേഹത്തെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യണം. ഷഫീഖ് ഇവരുമായിട്ട് ബന്ധപ്പെടുകയും വേണം. നമ്മളുടെ പ്രവർത്തകരെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ പരിഹരിച്ചു തരും. ഷഫീഖ് ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം, ഉള്ള സത്യം പറയണം എന്താണെന്നാണ്. ജയിലിലാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടുന്ന ഇതുകൾ ചെയ്തു തരും, യാതൊരു സംശയമില്ല. നിങ്ങൾ ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്ത അന്ന് തന്നെ നിങ്ങളുടെ ഉമ്മാനെ വിളിച്ചിട്ട് നിങ്ങളെ സത്യസ്ഥിതി അറിയിക്കണം. അതുപോലെ തന്നെ നിഷാദ് കഴിയുന്നത് വേഗം നാട്ടിലെത്തണം. നിഷാദ് ഇങ്ങനെ രണ്ടാളൊക്കെ വീട്ടിൽ നിന്ന് വിട്ടുപോയിട്ട് എങ്ങനെയാണോ ഉപ്പുമൊക്കെ കഴിയുക? പാവങ്ങൾ പശുവിനെ നോക്കിയിട്ടും കഷ്ടപ്പെട്ടിട്ടും ജീവിതം കഴിച്ചു പോകുന്ന ആളുകളാണ് ചേലക്കര പോലുള്ള ഒരു പ്രദേശത്ത്. തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് അതിവേഗം കുടുംബത്തിലേക്ക് വിവരങ്ങൾ ഉണ്ടാവുമെന്ന പ്രത്യാശയോട് കൂടിയിട്ടാണ് ഞാനിവരെ രണ്ടുപേരെയും ചേലക്കരയിലേക്ക് തിരിച്ചയക്കുന്നത്. നമുക്ക് നോക്കാം. അവൻ ഒരു പെൺകുട്ടിയായിട്ട് ഇനി കൂടി സ്നേഹം ഉണ്ടെങ്കിൽ എനിക്കത് സമ്മതമാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതൊന്നും ഇല്ലാന്ന് അവൻ പറഞ്ഞു. അവന്റെ അളിയനും പറഞ്ഞു, പെങ്ങളും പറഞ്ഞു, ഞങ്ങൾക്ക് 100 വട്ടം സമ്മതമാണ്, നീ കൂട്ടിക്കൊണ്ട് വന്നോന്ന് പറഞ്ഞു. നോക്കാം. ശരി. 1 വർഷം മുമ്പ് തൃശ്ശൂരിലെ വീട്ടിൽ നിന്നും ചാലക്കുടിയിലേക്ക് പോയ മകൻ ആൻസൺ പിന്നെ തിരികെ വന്നിട്ടില്ല. ഹൊസൂറിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു ആൻസൺ. അതിനു മുമ്പേ ഖത്തറിൽ ജോലി ചെയ്ത് പരിചയമുണ്ട് ആൻസൺ ആൻ്റണിക്ക്. ആൻസൻ്റെ തിരോധാനത്തിന് പിന്നിൽ ഒരു പ്രണയ നൈരാശ്യമുണ്ടോ എന്ന് ഈ മാതാപിതാക്കൾ സംശയിക്കുന്നു. പക്ഷേ കൂടുതലൊന്നും അവർക്ക് അറിയില്ല താനും. എന്നാൽ ഇന്ന് വരെ ആൻസണെക്കുറിച്ച് ഈ വീട്ടുകാർക്ക് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. അത് കാരണമാണ് ഈ അച്ഛനും അമ്മയും ഇന്ന് പ്രവാസ ലോകത്തിന് സഹായം തേടിയെത്തിയിരിക്കുന്നത്. ഇയാള് എത്ര വയസ്സായി? ഇപ്പോൾ ഇയാൾക്ക് 29 വയസ്സ് കഴിഞ്ഞു. 29 വയസ്സായി. അപ്പോൾ ഇയാള് ഖത്തറിൽ പോയി വന്നിട്ട് പിന്നെ എഞ്ചിനീയറിംഗിന് ചേർന്നതാണ്? അല്ല, അതിനു മുമ്പ് പഠിത്തം കഴിഞ്ഞതിന് ശേഷമാണ് ഖത്തറിൽ പോയി. ഇയാൾ എഞ്ചിനീയറിംഗ് പാസ്സായ ആളാണോ? പാസ്സായത്. ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. ഇയാൾ ഖത്തറിൽ എത്ര കാലം ഉണ്ടായിരുന്നു? 8 മാസം ഉണ്ടായിരുന്നു. എന്നിട്ട് നാട്ടിലേക്ക് വന്നു. അത് 2 വർഷത്തെ വിസയിലാണ് പോയത്. നാട്ടിൽ വന്നു. 2 വർഷത്തെ വിസയിലാണ് ഇവിടുന്ന് പോയത്. പക്ഷേ 8 മാസം കഴിഞ്ഞപ്പോൾ വിസ ക്ലോസ് ചെയ്ത് പോകുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് NOC മറ്റേ ലൈസൻസ് എടുത്തിരുന്നു, ഡ്രൈവിംഗ് ലൈസൻസ്. ഇതൊന്നും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. തിരിച്ചു പോയതിന് ശേഷം പിന്നെ 2 വർഷം കഴിയാണ്ട് NOC കിട്ടാത്തതുകൊണ്ട് തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ പോന്നപ്പോൾ എന്നോട് പറഞ്ഞത് ഒരാഴ്ച ലീവിലെ വരുന്നതെന്നും പറഞ്ഞെന്ന് എന്നോട് വിളിച്ച് വിവരം പറഞ്ഞു. പക്ഷേ അവിടെ വിസ ക്ലോസ് ചെയ്തുകൊണ്ട് തിരിച്ചു പോകാൻ പറ്റിയില്ല. എത്ര കൊല്ലമായി? ഇപ്പോൾ 1 കൊല്ലം കഴിഞ്ഞു. 1 കൊല്ലമല്ല, ഇപ്പോൾ പോയിട്ട് ഇപ്പോൾ 14 മാസമായില്ലേ. അപ്പോൾ അതിനൊരു 6 മാസം മുമ്പാണ് അവിടെ നിന്ന് പോകുന്നത്. അതിനുശേഷം വിസിറ്റിംഗ് വിസയിൽ ഞാൻ ദുബായിലേക്ക് പറഞ്ഞയച്ചിട്ട് ഇൻ്റർവ്യൂവിന് വേണ്ടി. വന്നതിന് ശേഷം പക്ഷേ അവിടെ ഇൻ്റർവ്യൂ എഴുതിയതായിട്ട് അറിയില്ല. അതിനുശേഷം നാട്ടിൽ വന്നു ദുബായിൽ. അതിനുശേഷം ഇവിടെ ചാലക്കുടി തന്നെ ഒരു കമ്പനിയിൽ ക്യാമറകൾ ഫിറ്റ് ചെയ്യുന്ന കമ്പനി ഉണ്ടല്ലോ, അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആളെ കാണാതായത്. നിങ്ങൾക്ക് എന്താ ജോലി? എനിക്ക് ചെറിയൊരു പലചരക്ക് കടയുണ്ട്. നിങ്ങൾക്ക് ജോലിയുണ്ടോ? ഇല്ല, വീട്ടിൽ തന്നെ. വീട്ടിലാണ്. ഇയാൾക്ക് ഇപ്പോൾ പറയുന്നത് ഒരു പ്രണയം ഉണ്ടായിരുന്നോ? കേണില്ല. അതായത് മൊബൈലിൽ ഒരു ഫോട്ടോ കിട്ടി. അപ്പോൾ അതിനെപ്പറ്റി മോൻ്റെ മൊബൈലിൽ നിന്ന് ഒരു ഫോട്ടോ കിട്ടി. ആർക്ക് കിട്ടി? എനിക്ക് കിട്ടി. അപ്പോൾ അത് ചോദിച്ചിട്ടിപ്പോൾ ഫോട്ടോ ഒരുപാട് ആളുകളുണ്ടാവും. അല്ല, ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ആയിട്ട് ചോദിച്ചു ഞാൻ, ആരാ മോനെന്ന്. അപ്പോൾ പറഞ്ഞത് എൻ്റെ ഒരു കൂട്ടുകാരിയാണ്, ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് നെറ്റ് വഴി പരിചയപ്പെട്ടാണ് വേറെ കല്യാണം കഴിക്കാവുന്ന. ഇത് ഞങ്ങൾ അങ്ങോട്ടും പറഞ്ഞിട്ടില്ല. എപ്പോഴും ഞങ്ങൾ വിളിക്കും, അങ്ങനെ ഒരു ഇത് മാത്രം എന്നുള്ളതാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് പിന്നെ ചോദിക്കാറില്ല. കാരണം ആൺകുട്ടികളും പെൺകുട്ടികളല്ലേ, നെറ്റ് എന്നുള്ളതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ വിളിക്കും, ഇങ്ങനെയുള്ള സൗകര്യങ്ങളുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കാതിരുന്നത്. അമ്മയോട് പെൺകുട്ടിയായിട്ട് ഞങ്ങൾ ചോദിക്കുമ്പോൾ പറയും കൂട്ടുകാരനാണ്. കൂട്ടുകാരിനെ വിളിക്കണേന്ന് പറയും. കൂട്ടുകാരുടെ പേരറിയോ അമ്മയ്ക്ക്? പ്രീതി.
അതിനെ കല്യാണം കഴിക്കണമെന്നെല്ലാം പറഞ്ഞില്ല. കല്യാണം കഴിക്കുന്ന കാര്യം ഇപ്പം പറയാറില്ല. ഞാൻ 1-2 പ്രാവശ്യം വേറെ കല്യാണം കഴിച്ചു പോയതായിട്ട് അറിയില്ല. കല്യാണം കഴിച്ചതല്ല, അത് വേറൊരു അവര് കല്യാണം കഴിച്ചു പോയി. വേറൊരു ചെക്കനായിട്ട് അടുപ്പുണ്ടായിരുന്നു, അവൻ കൊണ്ടുപോയി ചെയ്തത്. നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് അപ്പുറത്ത് കണ്ടല എന്നൊരു സ്ഥലമുണ്ട്. കണ്ടല സഹകരണ ഹോസ്പിറ്റലിലാണ് ഈ പെൺകുട്ടി വർക്ക് ചെയ്തിരുന്നത്, കൗണ്ടറിൽ. അപ്പോൾ അവിടെ അടുത്ത് ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന ഒരു ചെക്കനായിട്ട് അടുപ്പം വന്ന് അവൻ കൊണ്ടുപോയിട്ടുണ്ട്. അവൻ ഇവിടെ തൊടുപുഴ താലൂക്കിൽ കഞ്ഞിക്കുഴി എന്നൊരു സ്ഥലമുണ്ട്. ഇല്ല, പക്ഷെ ആ കുട്ടിയും നിങ്ങളുടെ മകനുമായിട്ട് പ്രണയമുണ്ട് എന്ന് കാണിക്കുന്ന ഒരു തെളിവുകളും കാര്യങ്ങളും ഇല്ലല്ലോ. ഇല്ല, ഒന്നുമില്ല. പിന്നെ ആ കുട്ടിയെ വലിച്ചഴിക്കേണ്ട കാര്യമില്ല. ആ കുട്ടിയെ വാടക നോക്കി പോയി, ആ കുട്ടി വിവാഹം കഴിച്ചു പോയി. അതെ, ഇയാൾക്ക് ഇത് വേണമെങ്കിൽ ഒരു ആഘാതമുണ്ട്. അതെ, തീർച്ചയായും. ഇയാള് ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇയാൾ പോയി വിളിക്കുമ്പോഴും ഇതാവുമ്പോഴും ഒക്കെ ഇയാളുടെ ഒരു കുടുംബ പശ്ചാത്തലം ഇതൊക്കെ വെച്ച് കണ്ടിട്ട് ഇയാളത് സത്യമാണെന്നും ഇത് ഈ കുട്ടി സത്യസന്ധമായിട്ടാണ്, ഇയാളെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ എന്നൊക്കെ ഒരു തോന്നൽ ഇയാൾക്കുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള വാർത്ത ഇയാൾക്ക് കിട്ടിയപ്പോൾ തീർച്ചയായിട്ടും അയാൾക്ക് ഷോക്കായിട്ടുണ്ടാവും. സംശയത്തിൻ്റെ അടിப்படைയിൽ ഞാൻ വീട്ടിൽ പോയിരുന്നു, ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പോയിരുന്നു. ഞാൻ പോയി നമ്മൾ FIR എല്ലാം കൊടുത്തതിന് ശേഷമാണ് ഒരു സംശയത്തിൻ്റെ പേരിൽ ഞാനും മരുമനും കൂടെ വീട്ടിൽ പോയിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ വീടിൻ്റെ സ്ഥലത്താണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അവരുടെ പെൺകുട്ടിയുടെ വീട്ടിൽ പോയിരുന്നു. അവിടെ തന്തിന്നളി മാത്രമേ ഉള്ളൂ, അച്ഛനും അമ്മയും, വയസ്സായ ആളുകളാണ് രണ്ടും. അപ്പോൾ അവരായിട്ടും ഈ പെൺകുട്ടി അടുപ്പില്ല. വേറൊരുത്തും കൊണ്ട് കൂടെ പോയിട്ട് ജാതി മാറിപ്പോയതുകൊണ്ട് ഈ പെൺകുട്ടി SC ഇതിൽ പെട്ടതാണ്. ആ കുട്ടി ഇപ്പോൾ കഴിച്ചേക്കുന്നതും കൊണ്ടുപോയവനും ക്രിസ്ത്യാനിയാണ്. അപ്പോൾ അവിടെ മാർക്കംകുട്ടി അവർ മാമോദിസയ്ക്ക് കല്യാണം കഴിപ്പിച്ചേക്കാണ്. അപ്പോൾ അതുകൊണ്ട് വീടായിട്ട് ഇപ്പോഴും അടുപ്പില്ല. ഇപ്പം മൂവാറ്റുപുഴ ഏതൊരു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് അച്ഛനോടും അമ്മയും ചോദിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു മകനെ ഇവിടെ വന്നതോ അല്ലെങ്കിൽ സംസാരിച്ച് ഞങ്ങൾക്ക് ഒരു അറിവുമില്ല, ഇന്ന് വരും കണ്ടിട്ടില്ല എന്നാണ് അവരും പറയുന്നത്. ശരിയായിരിക്കും, ഫോണിൽ കൂടി അറിവുകളൊന്നുമില്ല. സംസാരിച്ചിട്ടുണ്ടാവും. ഈ കുട്ടി അത് വേറൊരു ലെവലിലേക്ക് ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഹാൻസനാണ് മാറേണ്ടത്. അതാണ് ഇതിലെ പ്രശ്നം അല്ലേ. ഹാൻസനെ മാനസികമായിട്ട് തളർന്നു പോയ ഒരാളാണ് ഇത്തരത്തിലുള്ള ഒരു ഇതുണ്ടായപ്പോൾ. അപ്പം അതിനെന്താ നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം അല്ലേ. എന്താ അമ്മ പറയാണ്ടിരിക്കുന്നത്? കരച്ചിൽ വരുന്നുണ്ട്, അതാണ് സങ്കടം. ആകെയുള്ള മോനാണ് അല്ലേ, ഇപ്പോഴും നമ്മുടെ കൂടെ ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ നിൽക്കും അല്ലേ. ഇവിടെ പോയാലും അമ്മയുടെ കൂടെ പോകും. അതാണ് പ്രശ്നം. നമ്മുടെ സങ്കടം കാണുമ്പോഴേക്കും മനസ്സിലാവുന്നത്. ഹൻസ വരുമോ അമ്മേ? വരും കേട്ടാ. 9ാം ക്ലാസ് മുതൽ ഫസ്റ്റിൽ വന്നതാ ഹൻസൻ ആന്റണി. നമ്മുടെ കരച്ചിൽ കണ്ട ഹൻസൻ എന്തൊരു വലിയ കാരണമൊന്നുമില്ലല്ലോ. ഈ ആധുനിക യുഗത്തിൽ സാങ്കേതിക വിദ്യ വളരെ വ്യാപകമായ തോതിൽ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ പൊട്ടിമുളക്കുകയും അതേപോലെ അസ്തമിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു പ്ലാറ്റോണിക് ലവ് എന്നൊക്കെ നിലയിൽ സങ്കല്പിക്കുന്ന കാലം തന്നെ മനുഷ്യരിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. വളരെ അപൂർവമായിട്ടാണ് അത്തരം ബന്ധങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ കാലത്ത് ഫോൺ ചെയ്യുക, സംസാരിക്കുക, കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ലോഹ്യം പറയുക, പിരിയുക എന്നുള്ളതിൽ അപ്പുറത്തേക്ക് നിങ്ങൾ ഉദ്ദേശിച്ച ആ കുട്ടി ആലോചിച്ചിട്ടുണ്ടാവില്ല. നിങ്ങളിൽ ഇത്തരത്തിലുള്ള വലിയൊരു ആഘാതം ആ കുട്ടി സൃഷ്ടിക്കുമെന്ന് ആ കുട്ടി ആലോചിച്ചിട്ടുണ്ടാവില്ല, അതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഈ വിഷയത്തെ എടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെക്കുറിച്ച് ഒരു പരാതിയില്ല അച്ഛനും അമ്മയ്ക്കും, ഒരു പരാതിയില്ല. നിങ്ങൾക്ക് ഇനിയും ശോഭനമായ ഒരു ഭാവിയുള്ള മകനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹൈലി ബ്രില്യൻ്റ് ആയുള്ള ആൾ, ഇനിയും ധാരാളം ജോലിക്ക് സാധ്യതയുള്ള ആൾ. ഇപ്പോൾ നിങ്ങൾ അടിയന്തരമായിട്ട് തിരിച്ചു വരികയാണ് വേണ്ടത്. വന്ന് പുതിയ ജീവിതം ആരംഭിക്കണം. മനോഹരമായൊരു ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നു. നാടിനാവശ്യമുള്ള മകനാണ് നിങ്ങൾ. വിദ്യാസമ്പന്നനാണ്, ബുദ്ധിയുള്ള കുട്ടിയാണ്. തീർച്ചയായിട്ടും ഹാൻസൻ വരണം എന്നാണ് എനിക്ക്. പ്രവാസ ലോകത്തിൽ കാണാതാവുന്ന മനുഷ്യനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് ഒരു പ്രവാസി തന്നെയാണ്. കാരണം കാണാതാവുന്നവൻ്റെ വേദന അവനു മാത്രമേ തിരിച്ചറിയാനാകൂ. എത്രയും പെട്ടെന്ന് അവർ വീണ്ടും ഒന്നിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ആഴ്ചയിലെ പ്രവാസി ലോകം ഇവിടെ അവസാനിക്കുന്നു.